വന്നത്? അതെ, ബാബ്. എന്താണ്? ബാബ്, വാതിൽ. വാതിലിന് അറബിയിൽ എന്തു പറയും? ഇനി ബ എന്നത് ബാ എന്നാവണമെങ്കിൽ എന്തു വേണം? ശേഷം ഒരു അലിഫിനെ ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ബായിനോട് ചേർത്ത് ഒരലിഫിനെ എഴുതണം. ബാന്ന് കണ്ട അല്ലേ? അതെ. ഇനി അത് ബാ എന്നാവണമെങ്കിൽ ശേഷം ഒരു അലിഫിനെ ചേർത്ത് കൊടുക്കണം. അലിഫ് എങ്ങനെ എഴുതും എന്നാണ് നാം പഠിച്ചത്. മുകളിൽ നിന്ന് താഴേക്ക് എഴുതും എന്നല്ലേ? ആണ്. എന്നാൽ അക്ഷരത്തെ നീട്ടാൻ വേണ്ടി അലിഫിനെ ചേർക്കുമ്പോൾ അത് താഴെ നിന്ന് ഇപ്പോൾ ഞാൻ അലിഫ് എഴുതി എങ്ങനെയാണ്? താഴെ നിന്ന് മുകളിലേക്ക്. എന്തു വായിക്കും? ബാ. ഇതോ? ഇതും ബാ. പറയൂ എല്ലാവരും. ഒന്നാമത്തേത് മക്കൾക്കറിയുമല്ലോ, എല്ലാം മക്കൾ പഠിച്ചതാണ്. ആര് പറയും? അതെ, ബാഉൻ. ബാഉൻ പഠിച്ചതല്ലേ? അതെ, ബാഉൻ. ഇനി അടുത്ത കള്ളി, അതും പഠിച്ചതാണ്. എല്ലാ അക്ഷരങ്ങളും പഠിച്ചു. അബൂ. അബൂ. എന്തു പറയും? അബൂ. ഈ കള്ളിയിലുള്ളതോ? അതെ, അബീ. അബീ. അതെ. ഇനി അതിനു താഴെ ചുവന്ന കളറിലുള്ളത് നോക്കുക. ഞാൻ വായിക്കാം വാക്ക്. ബാബൻ. അപ്പോൾ ചുവന്ന കളറിലുള്ള എന്താണ്? ബൻ. ബൻ. കഴിഞ്ഞ ദിവസം നാം അൻ, ഉൻ, ഇൻ, ഫത്ഹ തൻവീൻ, വമ്മ തൻവീൻ, കസ്റ തൻവീൻ അത് ബായിന് കൊടുത്തു. അപ്പോൾ എന്ത് വായിച്ചു? ഫത്ഹ തൻവീൻ കൊടുത്തപ്പോൾ ബൻ. ബാബുൻ. ചുവന്ന കളറിലുള്ളത് ബുൻ. ബാബിൻ. മനസ്സിലായോ? ഈ പേജിൽ ചുവന്ന കളറിൽ കാണുന്നത് മാത്രം നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ? ബാ, ബാ, ബു, ബി, ബൻ, ബുൻ, ബിൻ. ഇനി ഏറ്റവും താഴെ വട്ടത്തിനുള്ളിൽ എഴുതിയത് നമുക്കൊന്ന് വായിക്കാം. മക്കൾ വായിക്കുമോ? ശരി. ബാ, ബു, ബി, ബൻ, ബുൻ, ബിൻ.